സൗജന്യ വിമാന സർവീസുകളും ക്യാഷ് ബോണസും അടക്കം അനധികൃത കുടിയേറ്റക്കാർക്കായി പുതിയ നാടുകടത്തൽ പദ്ധതി തന്നെ നടപ്പാക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്ന് സ്വയം മടങ്ങിപ്പോകാൻ തയ്യാറാകുന്ന അനധികൃത കുടിയേറ്റക്കാർക്കായി പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പുതിയ സ്വയം നാടുകടത്തൽ പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രൊജക്ട് ഹോം കമ്മിങ് എന്നാണ് പുതിയ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. നികുതിദായകർക്ക് ബില്യൺ കണക്കിന് ഡോളർ ലാഭം നേടിക്കൊടുക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ തുടരുന്ന എല്ലാ അനധികൃത കുടിയേറ്റക്കാരോടും തിരികെ പോകാൻ ഇപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്ന വീഡിയോ സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇന്ന് ആദ്യമായി സ്വയം നാടുകടത്തൽ പദ്ധതി ആരംഭിക്കുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഞാൻ ഒപ്പുവെച്ചു. എല്ലാ നിയമവിരുദ്ധരായ അന്യഗ്രഹ ജീവികളും ഇപ്പോൾ തന്നെ നിങ്ങളുടെ സൗജന്യ വിമാനം ബുക്ക് ചെയ്യുക. ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ്. നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടാതെ അമേരിക്ക വിടുന്നത് എളുപ്പമാക്കുമെന്നും ഈ 90 സെക്കൻഡ് വീഡിയോയിൽ ട്രംപ് പറയുന്നുണ്ട്. ഏതൊരു നിയമവിരുദ്ധ വിദേശിക്കും രാജ്യത്തിന് പുറത്തേക്ക് സൗജന്യ വിമാനം ലഭിക്കും. CBP ഹോം എന്ന പേരിൽ ഒരു ഫോൺ ആപ്പും ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഏത് വിദേശ രാജ്യത്തേക്കും സൗജന്യ വിമാനം ബുക്ക് ചെയ്യാൻ കഴിയും. അമേരിക്ക ഒഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അനധികൃത കുടിയേറ്റക്കാരുടെ സ്വയം നാടുകടത്തലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഒരു എക്സിറ്റ് ബോണസും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആദ്യം US ഹോംലാൻഡ് സെക്യൂരിറ്റി കുടിയേറ്റക്കാർക്ക് ഓരോരുത്തർക്കും $1000 സ്റ്റൈപ്പൻഡ് വാഗ്ദാനം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. വകുപ്പ് അനുസരിച്ച് ഇത് 70% വില കുറഞ്ഞ ഒരു ഓപ്ഷൻ തന്നെയാണ്. നിലവിൽ ഒരു അനധികൃത കുടിയേറ്റക്കാരനെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനും നാട് കടത്താനുമായി അമേരിക്കൻ നികുതിദായകർക്ക് $17,000 ചെലവ് വരുന്നത്. എക്സിറ്റ് ബോണസ് വഴി നികുതിദായകർക്ക് കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അനധികൃത കുടിയേറ്റക്കാരെയെല്ലാം ഒഴിവാക്കിയാൽ ട്രില്യൺ കണക്കിന് ഡോളർ ലാഭമായിരിക്കും ഉണ്ടാവുകയെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇനിയും അമേരിക്കയിൽ അനധികൃതമായി തുടരുന്നവർക്ക് തടവ് ഉൾപ്പെടെ ഗുരുതര ശിക്ഷ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. മര്യാദയ്ക്ക് പെരുമാറിയാൽ അമേരിക്കയിലേക്ക് തിരികെ വരാൻ ഇനി ഒരു അവസരം കൂടി ലഭിച്ചേക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ട്രംപ്. തന്റെ നാടുകടത്തൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിനായി 20,000 ഉദ്യോഗസ്ഥരെങ്കിലും നിയമിക്കാൻ ഡൊണാൾഡ് ട്രംപ് US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരവിട്ടിട്ടുണ്ട്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ US-ൽ നിന്ന് പുറത്താക്കാൻ ഒന്നിലധികം മാർഗങ്ങളാണ് പിന്തുടർന്നു വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് സ്റ്റാഫിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടി. നിയമവിരുദ്ധ കുടിയേറ്റം പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന ഉപ ഏജൻസിയായ ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സിൽ നിലവിൽ 20,000-ലധികം ജീവനക്കാരാണുള്ളത്. ഏജൻസിയുടെ വെബ്സൈറ്റ് പ്രകാരം ഇവിടെ 6100 ഡീപ്പോർട്ടേഷൻ ഓഫീസർമാരും 750-ലധികം എൻഫോഴ്സ്മെന്റ് റിമൂവൽ അസിസ്റ്റന്റുമാരുമുണ്ട്. ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം വ്യാപകമായ കുടിയേറ്റ നടപടികളാണ് ട്രംപ് ആരംഭിച്ചത്. കുടിയേറ്റം ആഗ്രഹിച്ചെത്തുന്ന ചില രാജ്യക്കാർ US-ന്റെ രക്തത്തിൽ വിഷം കലർത്തുമെന്നാണ് ട്രംപിന്റെ വിശ്വാസം. അനധികൃത കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ മുൻകാല നിലപാട് തുടരുകയായിരുന്നു ട്രംപ്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ അറസ്റ്റിലായി. സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ വിധി പറയാനുള്ള ജഡ്ജിമാരുടെ അധികാരത്തെ വരെ ട്രംപ് ഭരണകൂടം ചോദ്യം ചെയ്തിരുന്നു. നിയമപരമായ നിരവധി കുടിയേറ്റ മാർഗങ്ങൾക്കും അവസാനമിട്ടിരുന്നു. വിസ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ട്രംപിന്റെ നിലപാട് ഏറെ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇതിനിടെയാണ് കൂടുതൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുന്നത്.